നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. സലാമുണ്ട് ട്ടാ, സലാമുണ്ട് പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. ഈ പാട്ട് കേട്ടില്ലോ അല്ലേ? കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ. ഈ കുണുങ്ങി കുണുങ്ങി പോക്കാണ് ആ പെണ്ണുമ്പിള്ളേനെ പറ്റിച്ചത്. ഏത് പെണ്ണുമ്പിള്ളേന്നല്ലേ? സുരഭി അല്ല, സുറാബി കാർട്ടൂൺ. ഇപ്പം എല്ലാവരും പറഞ്ഞു പരത്തുന്നത് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് സുരഭി കാർട്ടൂൺ എന്നാണ് കേട്ടാ. പക്ഷെ സുരഭി അല്ല, സുറാബിയാണ്. സുറാബി കാർട്ടൂൺ കൽക്കത്തക്കാരിയാണ്. എന്തുട്ടാ പറഞ്ഞു വരണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്താണേ. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു 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 പ്രത്യേക മോഡലിലാണ് കടത്തിയേക്കണത്. പണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രീമിയർ പത്മിനി എന്നൊക്കെ പറഞ്ഞൊരു കാറുണ്ടായിരുന്നു, ഫിയറ്റ് കാറുണ്ടല്ല, പ്രീമിയർ പത്മിനി. ഈ കാറിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഒതുങ്ങിയ കാറാണ്. ഏത് തിരക്കുള്ള സിറ്റികളിലേക്ക് വേണമെങ്കിൽ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഈ കാറിൻ്റെ ഡിക്കിയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഒന്നിനു പുറകെ അങ്ങോട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഡിക്കിക്ക് വളരെ സൗകര്യമുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ സുറാബിനെ കാണുമ്പോൾ സുറാബി ഒരു ചെറിയ പെൺകുട്ടിയാണ്. പക്ഷേ സുറാബി ഈ പ്രീമിയർ പത്നി കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുവന്നത് 1 കിലോ സ്വർണ്ണമാണെന്നാണ് പറയുന്നത്. 1 കിലോ സ്വർണം. ഈ സ്വർണം എങ്ങനെ ഇതിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലേ? അതായത് ഈ പ്രീമിയർ പത്നിയുടെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ ഡിക്കിയിൽ ഇഷ്ടം പോലെ ഒരു 50 കിലോ 100 കിലോ സാധനങ്ങൾ പ്രീമിയർ പത്നിയുടെ ഡിക്കിയിൽ കയറ്റിക്കൊണ്ട് ഈസി ആയിട്ട് പോരാൻ പറ്റുമെന്നാണ് പറയണേ. നേരത്തെ പാട്ടി പറഞ്ഞ പോലെ കുണുങ്ങി കുണുങ്ങി ആ പോക്ക് കണ്ടപ്പോഴാണ് DRIക്കാർക്ക് സംശയം തോന്നിയത്. എയർപോർട്ടിൽ അങ്ങനെ പിടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് എങ്ങനെ മലദ്വാരത്തിൽ 1 കിലോ സ്വർണം കയറ്റിക്കൊണ്ട് പോന്നേക്കണമെന്ന്. ഈ പെണ്ണുമ്പുള്ള എയർ ഹോസ്റ്റസാണ് അത്. ഇവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ സ്വർണ്ണം അങ്ങനെ കടത്തിക്കൊണ്ട് പോരാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ഈ പറയുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാകും, ഇല്ലേ? എന്തോരം വിഷമം ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു ചൊല്ല് തന്നെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ്? ആസനം ബസനം കൊണ്ട് അമ്പലം വെളിപ്പറമ്പെന്ന്, ഇല്ലേ? അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തൊന്തരബാധാണെന്ന് പറയുന്നത്. ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി സാധിക്കണം. അങ്ങനെ ഒരു മട്ടിലാണ് മനുഷ്യൻ്റെ ഒരു കാര്യം. അവനങ്ങനെ പ്രകൃതി അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കും? അപ്പോൾ ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഈ സ്വർണം മിശ്രിത രൂപത്തിൽ കോയമ്പ് രൂപത്തിൽ ആക്കിയിട്ട് അതിങ്ങനെ എന്താണ് ഈ ഗർഭനിരോധന ഉറയ്ക്കുള്ളിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ലോഡ് ചെയ്ത് വയ്ക്കും എന്നാണ് പറയുന്നത്. അത് 1 ഗ്രാമിൻ്റെ 2 ഗ്രാമിൻ്റെ 3 ഗ്രാമിൻ്റെ ഒന്നും അല്ല. 10, 200, 300, 400, 500 ഗ്രാമായിട്ട് അങ്ങനെ 1 കിലോ പറഞ്ഞാൽ ഇങ്ങനെ കുഴച്ചുരുട്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരും എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യൻ്റെ ഒരു കാര്യം. അപ്പം എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം പോരല്ല, നടക്കുമ്പോഴൊക്കെ നേരത്തെ പാട്ടി പറഞ്ഞല്ലോ കുണുങ്ങി കുണുങ്ങി അങ്ങനെ പോകുമ്പോൾ ആ ഒരു കുണുക്കത്തിലൊരു മാറ്റം തോന്നാൻ പാടില്ല. എന്തായാലും ഇപ്പോൾ സൂറാബിയുടെ കുണുക്കത്തിലൊരു മാറ്റം വന്ന് അങ്ങനെ പിടിച്ച് കസ്റ്റംസിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ DRIക്കാർ അത് പിടിച്ചെടുത്ത്. ഈ കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വർണ്ണം കള്ളക്കടത്ത് വരണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവർ ആളുകളൊക്കെ വന്നിറങ്ങുമ്പോൾ ബാഗേജൊക്കെ പരിശോധിക്കും. അപ്പോൾ അതിലൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പം ആ മെത്തേഡൊക്കെ മാറിയില്ല. സ്വർണ്ണം കള്ളക്കടത്തിന് രീതി തന്നെ മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഫ്രണ്ട് ഡിക്കിയിലും ബാക്ക് ഡിക്കിയിലൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് വരുന്ന സ്വർണം കണ്ടെത്താനായിട്ട് ഈ എക്സ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്കാനിങ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ ഈ എക്സ്റേ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ കസ്റ്റംസുകാരും DRIക്കാരൊക്കെ പുറത്ത് നിൽക്കും. ഇവർ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് പറ്റും? ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്ന ആൾ കാരിയർ എന്നുള്ള അവരുടെ പേര്. അങ്ങനെ കാരിയറിന് കയറ്റി എക്സ്റേ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ എക്സ്റേ എടുക്കുന്ന ആളുകൾ ചേട്ടന്മാരൊക്കെ ആയിട്ട് ചില ചുറ്റിക്കളിയൊക്കെ നടത്തുന്നതായിരുന്നു. സ്വർണം കണ്ടുപിടിക്കാൻ പറ്റൂല, എക്സ്റേ എടുക്കാമില്ല, എക്സ്റേയിൽ ഇത് കാണാമില്ല. അപ്പം ആ മട്ടിലൊക്കെ കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ DRI ഉദ്യോഗസ്ഥന്മാരും ഈ കസ്റ്റംസുകാരൊക്കെ ഈ എക്സ്റേയുടെ കൂടെ അങ്ങോട്ട് കയറാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് പിടി കിട്ടിയത്. ഇത് എന്താണ് പണ്ടത്തെ ഒരു പരസ്യമുണ്ടല്ലോ, തുണിക്കടയുടെ പരസ്യമുണ്ടല്ലോ, കൊല്ലം അയ്യപ്പാസ്. ഈ കൊല്ലം അയ്യപ്പാസിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തുണിക്കട, പുറമേ നിന്ന് നോക്കിയ ഒരു ചെറിയ തുണിക്കട, പക്ഷെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വിശാലമായ ഒരു ലോകം എന്നാണ് ആ തുണിക്കടയുടെ പരസ്യം തന്നെ. അതുപോലെയാണ് ഈ എക്സ്റേ യൂണിറ്റിലേക്ക് ഈ DRIക്കാർ കടന്നു ചെന്നപ്പോൾ മനസ്സിലാക്കിയത് പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ ലോകം, പക്ഷെ അകത്ത് വിശാലമായ ഒരു ലോകമല്ലേ. 1.5 കിലോ സ്വർണ്ണം ഒളിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യൻ്റെ ഒരു കാര്യം.
അപ്പൊ ഇത്രത്തോളം ഈ പ്രീമിയർ പത്നിയുടെ കാര്യം പറഞ്ഞാൽ ഈ ഡിക്കിയിൽ ഇത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് കണ്ട് ഈ എന്താണ് നമ്മുടെ DRIക്കാരൊക്കെ കണ്ണും തള്ളി നിന്നാണ് പറയുന്നത്. ഈ കടത്തിക്കൊണ്ടുവന്ന് സ്വർണം മുഴുവൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മത്സരം ഒളിമ്പിക്സിൽ ഉണ്ടെങ്കിൽ, ഈ സ്വർണം ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയിൽ ഒരു മത്സരം ഒളിമ്പിക്സിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ഇന്ത്യക്കാരൊക്കെ കൂടി പോയി ഈ സ്വർണം മുഴുവൻ ഈ കടത്തിക്കൊണ്ടുവരുന്നതിൽ കൂടുതൽ സ്വർണം ഗോൾഡ് മെഡലായിട്ട് അടിച്ചിട്ട് വരും എന്നാണ് പറയുന്നത്. അത്രയും കഴിവുള്ള മിടുക്കുള്ള വൈഭവമുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് വിശ്വസിക്കാണ്ട് തരൂലില്ല. പേരിലും ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പൊ അതായത് ഇപ്പൊ സുരഭി എന്നാണെങ്കിൽ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ, സുരഭി ഖാത്തൂൺ. അപ്പൊ ഇവര് ഹിന്ദുവാണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചില പത്രപ്രവർത്തകർ പാസ്പോർട്ടൊക്കെ എടുത്ത് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് കൽക്കത്തക്കാരിയാണ്. അപ്പൊ ഇവര് സുറാഭിയാണ്, സുറാഭിന്ന് ഇംഗ്ലീഷിൽ എഴുതി വായിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ സുറാഭിന്ന് വായിക്കലും സുരഭിന്ന് വായിക്കലൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ. അതെന്തെങ്കിലും നോക്കട്ടെ, അതിന്റെ പുറകിലൊക്കെ വേറെ ഹിക്മത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ. പക്ഷെ ഈ സുറാബിക്ക് മുമ്പും ഇങ്ങനെ പല ആളുകളും സ്വർണം നടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ട്. അത് ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച് നമ്മുടെ മലദ്വാർ ഗോൾഡ് ഉണ്ടല്ലോ, മലദ്വാർ ഗോൾഡ്, ഈ മലദ്വാർ ഗോൾഡിന്റെ ചില സംഘങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. അതായത് 2017 ഒരു ഫിറോസിനെയും ഒരു രാധിയേനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാധിയയും ഫിറോസും ഒക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, ഫിറോസ അല്ലാട്ടെ, തെറ്റിപ്പോയി, ഫിർമോസേനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കള്ളക്കടത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ മലദ്വാർ ഗോൾഡ് തന്നെയായിരുന്നത്. ഈ മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കട്ടെ, മലബാർ ഗോൾഡ് അല്ല, മലദ്വാർ ഗോൾഡ്. ഈ മലദ്വാർ ഗോൾഡ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെന്ന് എത്തി നിന്നത് ഈ കാരാട്ട് പൈസയിൽ മുതലായിട്ടുള്ള ആളുകളുടെ പേരിലേക്കാണ് എത്തിച്ചെന്നത്. പക്ഷെ ഈ കാരാട്ട് പൈസയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണം മുന്നോട്ടേക്ക് പോയില്ല. കാരണം എന്താ, ഈ നമ്മുടെ മൺമറഞ്ഞു പോയ എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ആ പുള്ളിക്കാരന് ഈ കണ്ണൂര് മേഖലയിൽ, തലശ്ശേരി മേഖലയിലൊക്കെ പര്യടനം നടത്തുമ്പോൾ ഈ കാരാട്ട് പൈസലിന്റെ മിനി കൂപ്പർ ഉണ്ട്. ആ മിനി കൂപ്പറിന് ഭയങ്കര ലക്ഷങ്ങളാണ് അതിന് വില. ആ കാറിലാണ് ചുറ്റിക്കറങ്ങി നടക്കുന്ന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രചരണം നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ കോടിയേരി ബാലകൃഷ്ണന്റെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയതിന്റെ പേരിൽ, ഈ ചുറ്റിക്കളി ഉള്ളതിന്റെ പേരിൽ ഈ സ്വർണ്ണ ചുറ്റിക്കളി ഉണ്ടല്ല, കള്ളക്കടത്തി, മലദ്വാർ ഗോൾഡ് ചുറ്റിക്കടത്തി, പിന്നെ കൂടുതൽ അന്വേഷണം കാരാട്ടിലേക്കൊന്നും പോയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ ബാക്കിടിക്കിൽ സ്വർണം കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ എന്താണ് നമ്മുടെ ഈ സുറാഫീനെ സഹായിച്ചത് ആരാ? സുഹൈൽ എന്ന് പറഞ്ഞ സുഹൈൽ ആരാ അറിയാമോ? സീനിയർ ക്യാബിൻ ക്രൂ ആണ് സുഹൈൽ. അപ്പൊ ഈ സീനിയർ ക്യാബിൻ സുഹൈലും ഈ സുറാബിയും തമ്മിൽ ഇപ്പൊ ഇതിനോടകം തന്നെ ഏതാണ്ട് 10-25 കിലോ സ്വർണം കടത്തിക്കൊണ്ടു പോന്നിട്ടുണ്ടെന്നാണ് പറയണത് ഗൾഫിൽ നിന്ന്. ആലോചിച്ച് നോക്കണം, 25 കിലോ സ്വർണ്ണമൊക്കെ ഇതുപോലെ കടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ സൂറാബിയുടെ ഡിക്കി ഏതുപോലെ ഉണ്ടാവുന്ന ഇപ്പൊ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദിക്കുന്നത് പരസ്പരം മുഖത്തോട് പോകാൻ നോക്കി. ഈ 25 കിലോ സ്വർണ്ണമൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ എന്താണ് പറയുന്നത്, പ്രീമിയർ പത്മിനിയുടെ ഡിക്കിയിലും വലിയ ഡിക്കി ആയിരിക്കുമല്ലോ എന്ന് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കണം, മനുഷ്യന്മാർ കാശിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടത്തി കൂട്ടുന്നുള്ളത് അല്ലേ? ഇത് എന്താ ഇതിന് ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഈ നാട്ടിൽ ഒരു ഗതി ഉള്ളത്? ഏത് വിധേനയും കാശുണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ എന്തും കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കേട്ടുകഴിവുള്ള കാര്യമാണ് ഇല്ലേ? ഈ 1980 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നിവിൻ പോളിനെയൊക്കെ വെച്ചിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ സമയമായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അന്ന് വണ്ടിയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ പഠിക്കുന്ന സമയമുള്ള വീട്ടിൽ നിന്ന് കാശൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ സൈക്കിൾ ഉണ്ടാവും. ഈ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരാൾ കരിയർ ഉണ്ടാവും, അതിൽ കയറും. അപ്പോൾ പിന്നെ ആൾ കൂടുതലുള്ള മാച്ചിന് പോകുമ്പോൾ 10-20 പേരുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരാൾ ബാക്കിൽ കാരിയറിൽ കയറും, ഒരാൾ സൈക്കിൾ ചവിട്ടും, ഒരാളെ ഫ്രണ്ടിൽ സൈക്കിളിൻ്റെ ക്രോസ് ബാറിൽ ഇരുത്തും. അങ്ങനെ 3 പേരും വെച്ച് ഓവർലോഡായിട്ട് പോണത്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ഓവർലോഡ് സ്വർണം കടത്തേണ്ടി വരുമ്പോൾ ഈ സൂറാബി ഇപ്പൊ ബാക്ക് ഡിക്കിയിലും ഫ്രണ്ട് ഡിക്കിയിലും ഒക്കെ കൊണ്ടുവരുമെന്നാണ് ഇപ്പൊ ഈ കസ്റ്റംസുകാർ കണ്ണും തള്ളി അന്തം വിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ വന്ന് ഇവരെങ്ങനെ പരിശോധിക്കും എന്നാണ് ഇവർ പറയണത്. ഇങ്ങനെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യാവകാശ നിയമപ്രകാരം അത് തെറ്റാവും. അപ്പൊ അങ്ങനെ ഇവർക്കും ഒന്നും തൊടാൻ പറ്റൂല. മുണ്ടാട്ടം മുട്ടി പലരും അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇപ്പൊ കസ്റ്റംസ് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഈ സൂറാഫീനെ ഇപ്പൊ എന്താണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അവരിപ്പോ ലോക്കപ്പിലാണ്. അപ്പൊ ആരും ഇതിന് ഞങ്ങളുടെ ആളെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിച്ച് വരാൻ എത്തിയിട്ടില്ല. സ്വർണം കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ഇത് പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബില്ലന്മാരായിട്ടുള്ള ഓഫീസർമാരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും കസ്റ്റംസിനുള്ള DRIക്കല്ല, പഠിച്ച തമ്പുരാൻ വരെ വന്നു കഴിഞ്ഞത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പം മണ്ണിൽ നിന്ന് ഖനനം ചെയ്ത് സ്വർണ്ണം ഉണ്ടാക്കി ഉരുക്കി അത് സ്വർണ്ണമാക്കി തിളങ്ങുന്ന ലോഹമാക്കി മാറ്റുന്നതിൽ കൂടുതൽ റിസർച്ച് ഈ സൂറാബീനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗത്തിൽ ഇത് എങ്ങനെ കടത്തിക്കൊണ്ടുവരാന്നുള്ള റിസർച്ച് ഇങ്ങനെ കൂടുതൽ നടക്കണേന്നാണ് പറയുന്നത്.
പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഒറ്റുകാരുണ്ടല്ല. ഇപ്പൊ സ്വർണം ഗൾഫിൽ നിന്ന് കയറ്റുമ്പോൾ തന്നെ ഇതിന്റെ ഒറ്റുകാർ വരുന്നത് ഇന്ന വിമാനത്തിൽ ഇന്ന ആൾ ഇന്ന ഭാഗത്ത് ഒളിപ്പിച്ച് ഇത്ര കിലോ സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും പറഞ്ഞ് കൃത്യമായിട്ട് കണക്കങ്ങോട്ട് കൊടുക്കാണ്. അത് ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ആരും കണ്ടെത്താനും പറ്റില്ല. ഈ സ്വർണം കിട്ടില്ല. മലദ്വാർ ഗോൾഡ് എത്തേണ്ടടുത്ത് എത്തും എന്നാണ് പറയുന്നത്. ഈ സ്വർണം പിന്നെ എങ്ങനെയാണ് ഉരുക്കി ആഭരണമാക്കി വന്നിട്ട് ആളുകൾ മൂക്കൂത്തിയെ കേട്ട് ഇട്ടുണ്ട് നടക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എവിടെ ഒളിപ്പിച്ച് ഈ സ്വർണം കൊണ്ടുവരണേ എന്നുള്ളതൊരു വലിയ അന്വേഷിക്കേണ്ട കാര്യമുള്ള. ആ സ്വർണ്ണമാണ് ആളുകൾ ഇപ്പോൾ മൂക്കൂത്തിയെ കേട്ട് ഇട്ടുണ്ട് നടക്കുന്നത്. കണ്ണിലും കാതിലും കഴുത്തിലൊക്കെ ഇട്ടുണ്ട് നടക്കണമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ആളുകൾക്ക് സ്വർണത്തിനോടുള്ള ഈ ഒരു ഭ്രമം കാരണമാണ് ഇങ്ങനെ തന്നെ ആളുകൾക്ക് ഇതുപോലെ ഇങ്ങനെ ഈ വേണ്ടാത്ത ഭാഗത്തൊക്കെ വച്ചുകൊണ്ട് സ്വർണം കടത്തിക്കൊണ്ട് വരാനായിട്ട് ത്വര ഇവർക്കുണ്ടാവുന്നത്. അതിന് കാശും കിട്ടും. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഗൾഫ് എന്നും പറഞ്ഞൊരു മോഹം കൊണ്ട് ആളുകൾ ഉള്ള കിടപ്പോടൊക്കെ വിറ്റി പെറുക്കി കാശൊക്കെ കൊടുത്ത് ഏജന്റിന് കൊടുത്ത് ഏജന്റ് പറ്റിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയണ ജോലിയും കിട്ടൂല. ഇപ്പൊ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് പോലുള്ള ആടിനെ മേയ്ക്കാനൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അത് കിട്ടാത്ത ആളുകൾ എന്തെങ്കിലും തണ്ടി കറങ്ങി നടക്കുമ്പോൾ അവരെയൊക്കെ പിടിച്ചാണ് ഈ സ്വർണം കടത്താനുള്ള കാരിയറാക്കി മാറ്റണത്. അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെ ബാക്ക് ഡിക്കിയിലും ഫ്രണ്ട് ഡിക്കിയിലൊക്കെയാണ് ഈ സ്വർണം ഇങ്ങനെ കിലോ കണക്കിന് കടത്തിക്കൊണ്ട് വരുന്നത്. എന്നാൽ ഇവർക്ക് കൊടുക്കണമെന്ന് 5000 രൂപ. എയർപോർട്ടിന്റെ പുറത്ത് ഈ സ്വർണ്ണം എത്തിച്ചു കൊടുക്കുന്നത് വെറും 5000 രൂപ. ഇനി ഇതിൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള നമ്മുടെ സൂറാബിനെ പോലുള്ള ആളുകൾക്കൊക്കെ കഥ അതല്ല കേട്ടോ. അത് കാശ് കൂടുതൽ കൊടുത്തില്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് കസ്റ്റംസിന്റെ അടുത്ത് പോയിട്ട് ഇടുക്കി തുറന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയണേ. പിന്നെ ഇപ്പം ഇതിൽ ആണുങ്ങൾ ഉപയോഗിക്കില്ല. കാരണം ഇവർ ഈ സ്വർണ്ണം കള്ളക്കടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു ആണുങ്ങൾ ഈ സ്വർണ്ണം കൊണ്ട് പോവാണെന്ന് പറയണേ. പിന്നെ അവരുടെ പുറകെ അന്വേഷിച്ച് പിടിച്ച് ഓടി നടക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ആ കാശും പോയില്ല, സ്വർണ്ണവും പോയി. അപ്പം അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ ഇതിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങളുണ്ട്, അതിൽ വീട്ടമ്മമാരും ഉണ്ട്, പിന്നെ സിനിമാ നടികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും നമ്മൾ അടച്ച് ആക്ഷേപിക്കണമല്ല കേട്ടോ, ഒരിക്കലും അല്ല. സിനിമാ നടികളും കലാകാരന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അവരൊക്കെ സമൂഹത്തിന് വലിയ സാംസ്കാരിക ഉന്നമനം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ എല്ലാ കലാകാരന്മാരല്ല, കുറച്ച് 1% കലാകാരികളെങ്കിലും ഇതിനു വേണ്ടി നിന്ന് കൊടുക്കലുണ്ട്. അവരെ ഡിക്കി തുറന്നു കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. എന്തായാലും ഇത് വലിയ ഈ കേരളത്തിൽ കണ്ടവർ കേട്ടവർ ഞെട്ടി. ഒരു 10-26 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒരു എയർ ഹോസ്റ്റസ്, അവരുടെ ശരീരത്തിന്റെ ഇങ്ങനെ ഒരു പ്രത്യേക ഭാഗത്ത് ബാക്ക് ഡിക്കിയിൽ ഒളിപ്പിച്ചിട്ട് 1.5 കിലോ സ്വർണ്ണം 1 കിലോ സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്ന പറയുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല മനുഷ്യർക്ക്. ഇത് പക്ഷേ ഇതിന്റെ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല കേട്ടാ. കാരണം ഈ സൂറാബീനെ പോലുള്ള ആളുകളൊക്കെ അണിയിച്ചു ഒരുക്കി ഇങ്ങനെ കഴുത്തിലും മുഖത്തും അല്ലാത്ത ഭാഗത്തും ഒക്കെ സ്വർണം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വിടുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള വലിയൊരു ശൃംഖലയുണ്ട്. അവരാണ് ലോകത്തിൽ ഈ സ്വർണത്തിന്റെ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ആളുകൾ. അവരാണ് ഇവരെയൊന്നും ഒരാൾക്കും തൊടാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ചില പരിശീലന ക്ലാസ്സുകൾ കൊടുക്കേണ്ട അത്രേ. നമ്മുടെ പിള്ളേർക്ക് അബാക്കസ് ക്ലാസ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ട്യൂഷൻ കൊടുക്കണ പോലെ ഇതിന് പ്രത്യേക പരിശീലന കളരികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഈ കഥകളി പഠിപ്പിക്കുമ്പോൾ എണ്ണയൊക്കെ മേത്ത് പറ്റി ചവിട്ടി തിരുമ്മി ഉഴിഞ്ഞ് ഇവരുടെ ശരീരമൊക്കെ വഴക്കിയെടുക്കണ പോലെ ഇതിന് പ്രത്യേക ഭയക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് പറയുന്നത് ശരീരത്തിൽ. അതിന് ആദ്യം പറഞ്ഞവർ നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കണ ചെറിയ ബാറ്ററി ഉണ്ടല്ല, ആ ബാറ്ററിയിൽ ഇവരിങ്ങനെ ഈ റബറൈസർ ആയിട്ടുള്ള ഇങ്ങനെ ടേപ്പ് ചുറ്റിയിട്ട് അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഭാഗത്ത് ഈ ഡിക്കിയിൽ ഇങ്ങനെ കയറ്റും. ആദ്യം അതിൻ്റെ ഒരു ചെറുവിരലിൻ്റെ വണ്ണത്തിലുള്ളതായിരിക്കും. പിന്നെ അങ്ങനെ അതിൻ്റെ വണ്ണം കൂട്ടി നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ വലിപ്പമുള്ള ഈ മിശ്രിതം ഉണ്ടാക്കി കുത്തിക്കയറ്റി കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മോഹം കൊണ്ട് എന്തൊക്കെ കാണിച്ച് കൂട്ടിക്കൊണ്ട് വരണേന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച്. എന്തൊക്കെ പുകിലുകളെ മനുഷ്യൻ കാശിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കണേന്നുള്ളതൊന്ന് കേട്ടു നോക്കിയേ. നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് ഇതെവിടെ ചെന്ന് അവസാനിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഈ പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാന്യമായിട്ടൊരു ജോലിയല്ല എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞൊരു ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം സെക്യൂർഡാണ്, സെറ്റിൽഡാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ മാതിരി പോക്കിരിത്തരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ ഒറ്റ കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഇനിയിപ്പോൾ ഇത് വേറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ, ആരാ പരിശീലനം നൽകിയത്, എവിടെ വെച്ച പരിശീലനം നൽകിയത്, എവിടെ വെച്ചാൽ ഡിക്കിയിൽ ഇത് കുത്തിക്കയറ്റി വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച് മനസ്സിലാക്കി അന്വേഷണം അവരിലേക്ക് ചെല്ലാണ്ടിരിക്കാൻ വേണ്ടി വന്ന് നിങ്ങളെയൊക്കെ തട്ടിങ്ങളയും. അപ്പൊ കാശുണ്ടാക്കിക്കൊണ്ടും വലിയ കാര്യമുണ്ട്, ജീവിക്കാൻ പറ്റില്ല, കൈത്തണ്ടി ചാട്ടിക്കളയില്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും വേണം. ജീവനും ശരീരവും ഒക്കെ ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുന്ന കളികൾ കളിക്കണത്. എന്തായാലും ഇതിൻ്റെ പുറകിൽ ചുറ്റിപ്പറ്റി ഇനി എന്തൊക്കെ അന്വേഷണം വരും, കേസ് ഉണ്ടാവും, കുന്നുണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആൾ നമ്മളൊക്കെ നോക്കിയിരിക്കണം. ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ 2017 പിടിച്ച കേസ് ഈ ഫിർമോസിനെ റാഫിയൊക്കെ കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിന്റെ കാര്യം എന്താക്കി ഒന്നും ഉണ്ടായില്ല. പിന്നെ ഒരു അന്വേഷണം എവിടെ ചെന്ന് നിന്നില്ല. അതിപ്പോൾ കാരായി ഫൈസലാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആരും ആയിക്കോട്ടെ, എങ്ങോട്ടും ചെന്ന് നിൽക്കാൻ പോയിട്ടില്ല. ഇപ്പൊ മലദ്വാർ ഗോൾഡിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇവിടെ വരുന്നുണ്ടെന്നല്ല അവർക്കറിയാം, അങ്ങനെ പോണേന്ന് അവർക്ക് അറിഞ്ഞൂടാ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സൂറാബീനെ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടൊതുങ്ങി പോയി കഴിയുമ്പോൾ വീണ്ടും സൂറാബിയൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും, ജോലി അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും, ഇല്ലെങ്കിൽ ഇത് തന്നെ ഒരു പ്രധാന ജോലിയായിട്ട് സൂറാബി ഫ്രണ്ട് ഇടിക്കുകയും ബാക്ക് ഇടിക്കുകയും തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ സ്വർണം കള്ളക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് ഒരു സർവീസ് നടത്താൻ വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ പോയി കാശുണ്ടാക്കുക. എന്തായാലും നമ്മുടെ ഈ നാട്ടിൽ ഈ പോക്ക് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ പിള്ളേരെയും ജോലിയില്ലാത്ത ആളുകളൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വേണ്ടപ്പെട്ട അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ പുകിലുകൾ ഈ നാട്ടിലുണ്ടാകും. പണ്ട് പഠിക്കുന്ന കാലത്ത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവൽ വായിച്ചതെന്ന് ഓർമ്മ വരുന്നത്. നോവലിൻ്റെ പേര് അറിയാൻ പാടില്ല. സാധാരണഗതിയിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ ഡിക്റ്റേറ്റീവ് നോവൽ എഴുതാറില്ല. പക്ഷെ അതിൽ ആ ഡിക്റ്റേറ്റീവ് നോവലാണ്, ആ നോവൽ പേര് മറന്നുപോയി. അതിൽ ഈ വിദേശത്ത് നിന്ന് രത്നം കടത്തുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ മനുഷ്യൻ്റെ കാലിൻ്റെ കണ്ണങ്കാലിൻ്റെ ചിരട്ടുണ്ടല്ലോ ഉപ്പൂറ്റിയുടെ അടുത്തുള്ള ആ ചിരട്ട ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ രത്നം വെച്ച് അടച്ചു വെച്ചിട്ടാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് അതിലെഴുതി വെച്ചിട്ടുണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയണല്ല, പുസ്തകത്തിൻ്റെ പേര് മറന്നുപോയി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ സീരീസ് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ അന്ന് ഒരു 30-35 കൊല്ലക്കാലം മുമ്പ് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയപ്പോൾ അതിൽ പറഞ്ഞേക്കനാണ്. മലയാറ്റൂരാണ് അതിൻ്റെ ഓതർ എന്നാണ് നമ്മുടെ ഓർമ്മ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്വർണ്ണം കള്ളക്കടത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രീതികളൊക്കെയാണ് ഇവരിങ്ങനെ അവലംബിച്ചുകൊണ്ട് വരണമെന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യനൊരു അർശസ് പിടിച്ച ആൾക്ക്, പൈൽസ് പിടിച്ച ആൾ, മൂലക്കുരു പിടിച്ച ആൾക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ട് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ പറ്റാത്ത രീതിയിൽ അവർ ഓടി കിടക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത്, അതായത് ഈ ബാക്കിടിക്കിയിൽ എന്തെങ്കിലും ഒരു സാധനം തടഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അല്ലോ ഇടങ്ങേറായി പോവില്ല ഇവർക്ക് ഈ ഒരു ഭാവഭേദം ഒന്നും കൂടാണ്ട് നേരത്തെ പാട്ടി പറഞ്ഞ പോലെ കുണിങ്ങി ഇങ്ങനെ നടക്കണ ഒന്നൊരു ആലോചിച്ച് നോക്കിയാൽ ഇവർ നടത്തത്തിലും ഇരിപ്പിലും ഒന്നൊരു വ്യത്യാസം വരാൻ പാടില്ല. പോരെങ്കിൽ എയർ ഹോസ്റ്റസ് അല്ലേ, അതിൽ ജോലി ചെയ്യണം, മറ്റേ വിമാനത്തിൽ യാത്ര ചെയ്യണം, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രദ്ധിക്കാൻ വേണമല്ല. ഈ സ്വർണ്ണം ഇതിൻ്റെ ഉള്ളിൽ ബാക്കിടിക്കിൽ ഇരിക്കുകയും ചെയ്യണം. ഇവരുടെ ഭാവത്തിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല. അതിന് ഇവർക്ക് വേറെ സ്വർണ്ണം അവർക്ക് വേറെ കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത്രയും സ്വർണ്ണം ഉള്ളിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് ആരോടും ഒരു ഭാവഭേദം കൂടാണ്ട്, മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിലെ വേറെ ഒരു മാറ്റവും കൂടാണ്ട് ഇങ്ങനെ കുണിങ്ങി നടന്ന് എല്ലാവരുടെയും കാര്യമൊക്കെ ചോദിച്ച് നാട്ടിൽ എത്തണം. ഇവരെ പറഞ്ഞിറങ്ങണം, ഇവരെ സമ്മതിക്കണം. ഇവർക്ക് ആ കുണ്ടരനയിൽ കൂടുതൽ സ്വർണം അപാടായിട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ഇപ്പോൾ സൂറാബിയുടെ കാര്യം ഇപ്പോൾ സബൂറായിട്ടുണ്ട്. അത് ബാക്കിടിക്കിയിലൊക്കെ കാര്യങ്ങളൊക്കെ ലോഡൊക്കെ ഇറക്കി വെച്ച് ഇപ്പോൾ ആൾ അവിടെ ഉണ്ട്, ജയിലിൽ റിമാൻഡിലുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അടുത്തൊരു കേസ് വരുന്നവരെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയായി കഴിയും. അത് കഴിഞ്ഞാൽ അതും ആവിയായി പോകും. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.